കറൻ്റ്ലി ഈ ഒരു ഏർണിംഗ് മാർക്കറ്റിൽ വെച്ച് കറൻ്റ്ലി ദ ബെസ്റ്റ് ആൻഡ് ദ ബീസ്റ്റ് ലൂട്ടാണെന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് പേടിഎം വാലറ്റിലും ക്യാഷ് കിട്ടും. 80 രൂപ ആദ്യം കിട്ടും, പിന്നെ ഒരു 100 രൂപ കിട്ടും. 100% ഷുവറാണ്. പക്ഷേ നിങ്ങൾ ഇപ്പം കയറി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടേക്ക് ഞാൻ 80 രൂപ അയക്കുന്നു പറഞ്ഞിട്ട് അയക്കുന്ന ആ ഒരു രീതിയല്ല. ഇതിന് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. UPI വിഡ്രോ ഉണ്ട്. UPI എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഏത് UPI ആപ്പായാലും, ഗൂഗിൾ പേ ആയാലും, ഫോൺ പേ ആയാലും, ആമസോൺ പേ ആയാലും, പേടിഎം UPI ആയാലും ഏതായാലും, പിന്നെ 80 രൂപ പേടിഎം വാലറ്റിലോട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു സെറ്റ് ലൂട്ട് ഓഫർ ആണ്. ഓക്കെ, വേറെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 400 സബ്സ്ക്രൈബേഴ്സിന് ഒരു 60 സബ്സ്ക്രൈബേഴ്സും കൂടി കയറിയാൽ 400 ആവുന്നതായിരിക്കും. ഓക്കെ, വീഡിയോക്ക് ലൈക്ക് ഇപ്പം തന്നെ ഈ ഒരു ലൂട്ട് കൊണ്ടുവന്നതിന് ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കണം. കാരണം ഇത് റെക്കമെൻഡേഷൻ പോകേണ്ട വീഡിയോ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ്. സോ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവർ ഇപ്പം തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഓക്കെ, വെയിറ്റ് ആക്കുക. ക്യാമ്പയിന്ന് കണ്ടിട്ട് എക്സിറ്റ് അടിക്കരുത്. ഇത് ഞാൻ നോർമലി ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടൈപ്പല്ല. നിങ്ങൾ 10 ദിവസം ആപ്പ് ഓപ്പൺ ആക്കിയാൽ 80 രൂപ കിട്ടും. ഓക്കെ, അപ്പം വീഡിയോ 6 മിനിറ്റ് ആയാലും മാക്സിമം ചുരുക്കിയിട്ട് ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ മുഴുവനായിട്ട് ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിച്ചു. ഓക്കെ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതേപോലെ കാണും. ആദ്യത്തെ ആക്സെപ്റ്റ് ചെയ്യുക, പിന്നെ വീണ്ടും രണ്ടാമതും വരും. സോ അതും കൂടി ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതായത് നിങ്ങളുടെ നെയിം, ലാസ്റ്റ് നെയിം, നമ്പർ, പിൻകോഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിലാണോ ഫീമെയിലാണോ, പിന്നെ പാസ്വേഡ് അടിക്കുമ്പം നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു പെർഫെക്റ്റ് ഓക്കെ 117 അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു പാസ്വേഡ് ആവണം. വേറെ എക്സ്ട്രാ സ്പെഷ്യൽ ക്യാരക്ടറോ കാര്യങ്ങളോ ഒന്നും കാണരുത്. ഒരു 8 ആൽഫബറ്റും പിന്നെ 2 മറ്റേ ഇതും ന്യൂമറിക്കലോ, അതായത് നമ്പർ വരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് സൈൻ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ നമുക്കൊരു 6 ഡിജിറ്റ് ഒരു വെരിഫിക്കേഷൻ കോഡ്, ഒരു OTP വരും. അത് എൻ്റർ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ കറക്റ്റാണ് എൻ്റർ ചെയ്യേണ്ടത്. അല്ല ചറപറ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് പോകരുത്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് ഒരു 5-6 മിനിറ്റ്, ഒരു 5-6 മിനിറ്റിൽ ഒരു 4-3 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഓരോരോ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്ത് പോവുകയാണ്. ഓക്കെ, അപ്പം വർക്കിംഗ് സ്റ്റാറ്റസ് എന്താണ്, സ്റ്റുഡൻ്റ് ആണ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്, ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷേ കറക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അവർ ഇത് ഡിക്ലൈൻ ആക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ലാംഗ്വേജ് അറിയുന്ന എല്ലാ ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇപ്പോൾ വർക്കിംഗ് എങ്ങനെയാണ് അങ്ങനത്തെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. സോ അതൊക്കെ നമ്മൾ കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക. അതിന് ശേഷം ഇമെയിൽ വെരിഫൈ ആക്കാനുള്ള ഓപ്ഷനായിരിക്കും കാണുക. സോ നിങ്ങളുടെ ഇമെയിൽ ഉണ്ടാവും. സോ അവിടെ നിങ്ങൾ എൻ്റർ ഇമെയിൽ എടുത്ത് നിങ്ങളുടെ ഇമെയിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം സെൻഡ് വെരിഫിക്കേഷൻ കോഡ് എന്നടിച്ച ശേഷം നേരെ സെൻഡ് വെരിഫിക്കേഷൻ കോഡിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ഡൗൺലോഡ് ലിങ്ക് നമ്മുടെ നമ്പറിലോട്ടേക്ക് വരും. അത് കണക്കെ തന്നെ മെയിലിലോട്ടേക്ക് ഒരു OTP വരും. അങ്ങനെ നമ്മുടെ മെയിലിലോട്ടേക്ക് വന്ന OTP നമ്മൾ ജസ്റ്റ് മെയിലിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതായത് കണക്കത്തെ ഒരു OTP വന്നിട്ടുണ്ട്. സോ ആ ഒരു OTP നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾക്ക് SMS വന്ന ആ ഒരു ലിങ്കിൽ, അതൊരു ആപ്പ് ഡൗൺലോഡ് ലിങ്കാണ്. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ എന്നില്ല ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ ക്രോമിൽ പോയിട്ട് ആ ഒരു APK നമുക്കൊന്ന് ഡൗൺലോഡ് ആക്കേണ്ടതുണ്ട്. അതിനുശേഷം ആ ഒരു APK നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആക്കിയിട്ട് ആ ഒരു APK ഇൻസ്റ്റാൾ ആക്കി വെക്കുക. വീഡിയോക്ക് ലൈക്ക് കൊടുക്കാത്തവർ മസ്റ്റായിട്ടും ഇപ്പം തന്നെ കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു APK ഇൻസ്റ്റാളിങ് ആക്കിയിട്ട് വരുന്നുണ്ട്. സോ അതിന് ശേഷം നമ്മളൊന്നുമില്ല, നേരത്തെ കൊടുത്ത നമ്പറും പാസ്വേഡ് അടിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, APK ഇൻസ്റ്റാൾ ആക്കിയ ശേഷം നേരത്തെ നമ്മളൊരു നമ്പറും നമ്മുടെ മൊബൈൽ നമ്പറിൽ ആ മൊബൈൽ നമ്പറും അവിടെ കൊടുത്ത പാസ്വേഡ് എൻ്റർ ആക്കിയ ശേഷം കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് നേരെ ആക്സസിബിലിറ്റി പോയ ശേഷം ഇവിടെ ഡൗൺലോഡ് ആപ്സ് എന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്നാണ്. അതിൽ ഈ കോൺഫ്ലുവൻസ് ജസ്റ്റ് ഒന്ന് അലോ ചെയ്യുക. ഓക്കെ, 2-3 തൊട്ട് അലോ ചെയ്യണം. ഇവിടെ ഒരു അലോയിങ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം അലോ ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് ഇനാക്റ്റീവ് എന്നായിരിക്കും കാണുക. വീണ്ടും യൂസേജ് ആക്സസും കൂടി അലോ ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ടേക്ക് വരാം. ഓക്കെ, അപ്പം ഈ സെറ്റിങ്സ് തന്നെ ബാക്ക് അടിച്ച് ആപ്പിലോട്ടേക്ക് പോകുമ്പോൾ യൂസർ സ്റ്റാറ്റസ് ആക്റ്റീവ് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഒരു 2-3 മിനിറ്റ് ഈ ഒരു ആപ്പിൽ നിൽക്കുക. ഓക്കെ, മസ്റ്റായിട്ട് 2-3 മിനിറ്റ് നിങ്ങൾ ഈ ഒരു ആപ്പിൽ സ്പെൻഡ് ആക്കിയതിന് ശേഷം, ഓക്കെ, സോ ഒരു 2-3 മിനിറ്റ് ആപ്പിൽ സ്പെൻഡ് ആക്കിയതിന് ശേഷം തിരിച്ച് ഒന്ന് ആപ്പ് ക്ലോസ് ആക്കിയിട്ട് വീണ്ടും ഓപ്പൺ ആക്കുമ്പോൾ ഒരു 250 പോയിൻറ്റ്സ് ഇതേപോലെ വന്നിട്ടുണ്ടാവും. ഓക്കെ, 250 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇതേപോലെ കയറിയിട്ടുണ്ടാവും. അങ്ങനെ 250 പോയിൻറ്റ്സ് കയറിയാൽ അന്നേരം നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ആ ഒരു ടൈമിൽ തന്നെ
ഒരു 4-5 മിനിറ്റ് ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു മുക്ക് 4-5 മിനിറ്റ് അല്ല, ഒരു 2-3 മിനിറ്റ് ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഏതെങ്കിലും ഭാഗത്ത് ഫോം വെച്ചാൽ ഒരു 50 പോയിൻറ്റ്സും കൂടി കയറും. ഇങ്ങനെ ഒരു 50 പോയിൻറ്റ്സ് കയറില്ല, നിങ്ങളുടെ പേടിഎം വാലറ്റ് ചെക്ക് ചെയ്യാൻ ഇവിടെ സൈഡിൽ കാണിച്ച കണക്കത്തെ ഒരു രൂപ നിങ്ങൾക്ക് റിസീവ് ആയാൽ, ഓക്കെ, ഇങ്ങനെ 1 രൂപ റിസീവ് ആയാൽ നിങ്ങൾ ഡേ 1 ആയി. ഓക്കെ, അങ്ങനെ നിങ്ങളൊരു 10 ദിവസം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആപ്പ് ഓപ്പൺ ആക്കുക, ഒരു 2-3 മിനിറ്റ് ആപ്പ് ഓപ്പൺ ആക്കി ശേഷം ഫോൺ എടുക്കുമ്പോൾ വെക്കുക. ഓക്കെ, ഇങ്ങനെ നോക്കിക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ആപ്പ് ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണിക്കുന്ന കണക്കത്തെ 80 രൂപ നിങ്ങൾ കൊടുത്ത പേടിഎം നമ്പറിലോട്ടേക്ക് കിട്ടും. വേറൊരു എക്സ്ട്രാ ലൂട്ടും കൂടിയുണ്ട്. ഓക്കെ, അത് UPIയിലോട്ടേക്ക് വിഡ്രോ അടിക്കുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുക? ഒരു ആപ്പിൽ തന്നെ നിങ്ങൾ ഒരു മാസം ജസ്റ്റ് ഒരു മാസം നിങ്ങൾ ഡെയിലി ഡെയിലി നിങ്ങളൊരു 2-3 മിനിറ്റ് ഒരു ആപ്പ് ഓപ്പൺ ആക്കുക, ഓരോ 50 പോയിൻറ്റ്സ് ഇങ്ങനെ നേടുക. അങ്ങനെ ഒരു മാസം ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം 1000 സംതിങ് പോയിൻറ്റ്സ് ആവും. ഓക്കെ, 1500 പോയിൻറ്റ്സ് ആവും. അത് നിങ്ങൾക്ക് 1150 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓക്കെ, അത് UPIയിലോട്ടേക്കും വിഡ്രോ അടിക്കാൻ പറ്റും, പേടിഎം വാലറ്റിലോട്ടേക്കും വിഡ്രോ അടിക്കാൻ പറ്റും. ഞാൻ അവിടെ വിഡ്രോവൽ ഇത് കാണിച്ചു തരാം. ഇവിടെ റിഡീം പോയിൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആടുന്ന് ലോഗിൻ ആക്കേണ്ടതുണ്ട്, പാസ്വേഡ് എല്ലാം വെച്ചിട്ട്. അങ്ങനെ ലോഗിൻ ആക്കിയ ശേഷം ഇവിടെ കാണാൻ പറ്റും 2 ഓപ്ഷൻ ഉണ്ട്, റിവാർഡ് ടൈപ്പ് UPIയും വൗച്ചേഴ്സിൽ പേടിഎം വാലറ്റ് വൗച്ചർ വരും, അതായത് പേടിഎം വാലറ്റ് പേയ്മെൻ്റ് ആണ്. ഇപ്പം ഞാൻ UPI എടുക്കുമ്പോൾ ഇവിടെ 100 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 100 രൂപ എന്ന് പറയുന്നത് 1100 പോയിൻറ്റ്സ്, 1650 പോയിൻറ്റ്സ് ആയി 150 രൂപ കിട്ടും. ഓക്കെ, നിങ്ങൾ ഒരു മാസം ലോഗിൻ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 1500 പോയിൻറ്റ്സിൻ്റെ അടുത്ത് കിട്ടും. അപ്പം സംഭവം വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ. നിങ്ങളൊരു 10 ദിവസം ലോഗിനാക്കി, ഇന്ന് മുതൽ 10 ദിവസം. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്നത്തെ ലോഗിനാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു 50 പോയിൻറ്റ്സ് കയറിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലോഗിൻ ആയി എന്നാണ് അർത്ഥം, ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇതായി എന്നാണ് അർത്ഥം, ട്രാക്ക് ആയിട്ടുണ്ട്. അങ്ങനെ 10 ദിവസം ചെയ്യുമ്പോഴത്തേക്ക് 80 രൂപ പേടിഎം വാലറ്റ്. അത് കണക്കത്തിന് നിങ്ങൾ ഒരു മാസം നിങ്ങളൊരു 30 ദിവസം നിങ്ങൾ ഡെയിലി ഓരോ 2 മിനിറ്റ് ആപ്പ് ഓപ്പൺ ആക്കി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 1500-1600 പോയിൻറ്റ്സിൻ്റെ അടുത്ത് കിട്ടും. അന്നേരത്തേക്ക് ഒരു 150 കൂടി നിങ്ങൾക്ക് പേടിഎം വാലറ്റിലോട്ടേക്കും വിഡ്രോ അടിക്കുക, UPIയിലോട്ടേക്കും വിഡ്രോ അടിക്കുക. അങ്ങനെ ഏകദേശം ഒരു 230 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓഫറാണ്. ഈ ഒരു ഓഫറിന് നിങ്ങളൊരു വീഡിയോക്ക് ലൈക്ക് അടിക്കേണ്ടതാണ്. റെക്കമെൻഡേഷനിൽ പോകേണ്ട ഒരു വീഡിയോ തന്നെയാണ്. അപ്പം ഇത്ര മാത്രമേ വീഡിയോ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് മസ്റ്റായിട്ട് ലൈക്ക് കൊടുക്കുക. നാളെ കിടിലൻ കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.